ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഓഹോ എന്താണ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ളതും ജൂലൈ 11 തിയേറ്ററിൽ റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ കുബേര എന്ന് പറഞ്ഞിടത്തിന് സെക്കൻഡ് സിംഗിൾ വരും എന്ന് പറഞ്ഞിരുന്നു. കഥ എന്നാണ് തമിഴിൽ അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആ പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യ അഭിനയിച്ചോളം തമിഴ്നാട്ടിൽ മാത്രം 40 കോടി മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. പിന്നെ റാണ നായിഡു എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് പുറത്തിറങ്ങിയിരുന്നു, സീസൺ 1. ഇപ്പോൾ സീസൺ 2 വരാൻ പോവാണ്. എന്തായാലും അതിൻ്റെ ട്രെയിലർ എന്ന് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോ ഇടുമ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ വ്യസന സമയത്ത് ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിടത്തിലത്തെ സാമ്പ്രാണി പെൻതിരി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങാൻ പോവാണ്. അത് ഇന്ന് 6 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീ ഗൗരിപ്രിയും കിരൺ അബാവറാമും അഭിനയിക്കുന്ന പടത്തിന്റെ ടൈറ്റിൽ ഗുംസ് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെന്നൈ ലവ് സ്റ്റോറി എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. പോസ്റ്റർ കണ്ടിട്ട് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 8 വസന്റിലും എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ ഈ ജൂൺ 7 പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട്. ടീസർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ടീസർ ഓൾറെഡി പുറത്തിറങ്ങിയാണ്, രണ്ടാമത്തെ ടീസറാണ് വരാൻ പോകുന്നത്. പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജൂലൈ 10 പടം റിലീസാകാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ തെലുസുകട ലവ് യു 2 എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തിന്റെ റിലീസ് ഒക്ടോബർ 17 എന്നുള്ള കൺഫേം ചെയ്തു. പിന്നെ മാസ്റ്റർ ധര എന്ന് പറഞ്ഞിടത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള വെങ്കട്ട് എന്ന ആളുടെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ഇറക്കി. പിന്നെ ലാൽസലാം എന്ന് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ വർഷം തുടക്കത്തിലൊക്കെ ആയിട്ട് റിലീസായാണ്. അത് സൺ നെക്സ്റ്റിലൂടെ ജൂൺ 6 OTT റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് എക്സ്റ്റൻഡഡ് വെർഷനാണ്. പിന്നെ ഗാട്ടി എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ഡേറ്റ് ഇന്നലെ അറിയിക്കുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. ജൂലൈ 11 പടത്തിന്റെ റിലീസ് ഡേറ്റ് ആയി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആര്യ 1 ആര്യ 2 ശേഷം ആര്യ 3 വരാൻ പോകാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിന്റെ കഥ എഴുതുന്നത് സുകുമാരൻ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ ഡയറക്ഷൻ ആളായിരിക്കില്ല ചെയ്യുക. അതേമാതിരി രീതിയിൽ അഭിനയിക്കുന്നത് അല്ലു അർജുൻ ആയിരിക്കില്ല, പകരം ആശിഷ് റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മണിരത്നത്തിന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. കമലഹാസൻ പങ്കുവച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ പടത്തിന്റെ 3 days to go പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ പ്രീസെയിൽസ് വേൾഡ് വൈഡ് ആയിട്ട് 10 കോടി കടന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജൂൺ 5 എന്ന് വെച്ചാൽ മറ്റന്നാളാണ് പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ നോബഡി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 28 ദിവസമായി ഷൂട്ട് തുടങ്ങിയിട്ട്. എന്തായാലും ഈ പടത്തിൽ ആസാമി മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, അതായത് ആക്ടറുമാണ്, നബനിത ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പടക്കൾ എന്ന് പറഞ്ഞിട്ട് ഷറഫുദ്ദീനും സുരാജ് ഞർമൂടും മെയിൻ കഥാപാത്രമായിട്ട് ഒരു പടം മലയാളത്തിൽ പുറത്തിറങ്ങിയിരുന്നു. നല്ല അഭിപ്രായമാണ് പടത്തിന് കിട്ടിയിരുന്നത്. എന്തായാലും ഈ പടം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 10 OTT റിലീസ് ആവുമെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിന്റെ പടം ലോകേഷൻ രാജ് എടുക്കുന്നതാണ്. ഈ പടത്തിന്റെ തെലുങ്ക് റിലീസ് എടുത്തിരിക്കുന്നത് അന്നപൂർണ്ണ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ പടത്തിൽ പൂജാഗിരിയുടെ ഒരു ഐറ്റം സോങ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വിന്റേജ് സോങ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള പാട്ടിലായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് രജനീകാന്തിന്റെ ആയിരിക്കും, അത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ളതൊന്നും അറിയില്ല. ചിലപ്പോൾ എല്ലാം കൂടിയിട്ടായിരിക്കാം. എന്തായാലും നോക്കി നോക്കാം. പിന്നെ എസ് രാജമൗലി മഹാഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള കഥനെ ഒരു സിനിമാക്കാനുള്ള രീതിയിൽ ആൾക്ക് പ്ലാൻ ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു പടം വരികയാണെങ്കിൽ അവിടത്തിൽ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള തലവിജയുടെ ലാസ്റ്റ് പടം എന്ന് പറയുന്ന പടം, അവിടത്തെ തലവിജയുടെ ലാസ്റ്റ് ഷൂട്ടായിരുന്നു ഇന്നലെ എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. ഇതോട് കൂടിയിട്ട് ആളെ അഭിനയം നിർത്തി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഫുൾ ഫോക്കസ് പൊളിറ്റിക്സിലായിരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും കണ്ടറിയാം. ഇപ്പം ഇതിന്റെ പ്രൊമോഷൻ വർക്ക് ഉണ്ടെങ്കിൽ അതിലൊക്കെ വരും എന്നുള്ളത് നോക്കേണ്ടി തന്നെ വരും. മിക്കവാറും വരുന്നുണ്ടായിരിക്കും. ലാസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കാം. പിന്നെ അയം ഗെയിം എന്ന് പറഞ്ഞ അതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഹൈദരാബാദിലാണ്. എന്നുവെച്ചാൽ അതിലും ദുൽഖർ സൽമാന്റെ പോർഷൻസ് ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ദുൽഖർ സൽമാൻ ഓൾറെഡി ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ടുള്ള കൊച്ചി ഷെഡ്യൂളിലായിരിക്കും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഹൈദരാബാദിന്റെ ഷൂട്ടിന്റെ മുന്നായിട്ട് തിരുവനന്തപുരത്ത് കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് ചേർക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ ഷൂട്ട് ജൂൺ 5 മുതൽ തുടങ്ങുന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ മഴ വന്നോട് കൂടിയിട്ട് തുടങ്ങാൻ നല്ല രീതിയിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് കൊടുക്കില്ല. അടുത്ത വീഡിയോ കാണുന്നിരിക്കും. ബൈ.